സർ, ഇപ്പൊ എന്റെ കയ്യിൽ ആകെയുള്ള ഗിഫ്റ്റ് ഇത് മാത്ര. Can you accept this? Oh my god. It's a magic stone. ഇപ്പോഴും ഈ ചോക്ലേറ്റ് മാർക്കറ്റിൽ വരുന്നുണ്ടല്ലേ? യെസ്, ഇറ്റ്സ് മാജിക്. സുരേഷ്മി, ഇതെന്റെ കയ്യിലിരിക്കുമ്പോ എന്റെ സ്കൂൾ ഡേയ്സ് ഓർമ്മ വരുന്നു എനിക്ക്. ഞാനിത് കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിരുന്ന ചോക്ലേറ്റാ. Shall I take more? Of course, sir. Yes. Thank you, സുരേഷ്മി. Thank you so much. My pleasure, sir. Thanks. അതെ സുരേഷ്മി, ഇതൊക്കെ നല്ല കാര്യം. പക്ഷെ താൻ നമ്മുടെ ചേട്ടായുടെ കാര്യം മറക്കരുത്. ടേക്ക് ഇറ്റ് വെരി സീരിയസ്. തീർച്ചയായും സർ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. സാറിന്റെ ചേട്ടായി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ട് സർ. നിങ്ങൾക്കിടയിലുള്ള ഈ ശ്രീലക്ഷ്മി തന്നെ. സാർ എന്നെ വീട്ടിൽ കൊണ്ടുപോയപ്പോ എനിക്കുണ്ടായ സന്തോഷം എത്രമാത്രാണെന്ന് സാറിന് അറിയില്ല. ഐ ഫെൽറ്റ് സോ ഹാപ്പി, സോ ഹാപ്പി. ഹലോ അച്ഛാ. മോളെ, പുറപ്പെട്ടോ നീ? ഇല്ല അച്ഛാ, ഇപ്പൊ പുറപ്പെടും. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, മോളോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. കുഴപ്പമില്ല, മോള് വന്നിട്ട് സംസാരിച്ചോളാം ഞാൻ. ശരി അച്ഛാ, ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ധൃതി കാണിക്കണ്ട, സേഫായിട്ട് വന്നാ മതി. ശരി അച്ഛാ. ഇന്നലെ ലേറ്റ് ആയി ചെന്നത് അച്ഛന് വിഷമമായോ എന്തോ? ഇന്ന് രാവിലെ വന്നപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനെ പറ്റി സംസാരിക്കണ്ടായിരിക്കും അച്ഛൻ ഇപ്പോഴേ വെയിറ്റ് ചെയ്യുന്നത്? രാഹുൽ, രവിവർമ്മൻ സാർ ചേംബറിലുണ്ടോ ഇപ്പോ? ഇല്ല മാഡം, സാറ് കോൺഫറൻസ് ഹാളിലാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോട് ഇറ്റാലിയൻ കമ്പനിയുടെ അസൈൻമെന്റ് ഓർഡർ പ്രിന്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു വിട്ടതാ. ശരി ശരി. സാറ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞത് ഓഫീസ് വിഷയത്തിൽ സാറിന്റെ ഷെഡ്യൂള് വേറെ, എന്റെ ഷെഡ്യൂള് വേറെന്ന്. ഇനിയിപ്പോ മീറ്റിംഗിനിടെ ചെന്ന് പോട്ടേന്ന് എങ്ങനെ ചോദിക്കും? പോകുന്നു സർ, ബൈ. നമസ്കാരം മാഡം. നമസ്കാരം. സുഖല്ലേ ചേട്ടന്? സുഖമാണ് മാഡം. മാഡത്തിനെ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പറഞ്ഞോ? കാറിലോ? അതെ മാഡം, ഞാൻ മാഡത്തിനെ വെയിറ്റ് ചെയ്യായിരുന്നു.
ഇതെന്താ പുതിയ ഏർപ്പാട്? ഇന്ന് ഞാൻ ബസ്സിലോ ഓട്ടോയിലോ ആണല്ലോ പോകുന്നേ. ഇന്നും എനിക്ക് അങ്ങനെ പോയാ മതി. രവിവർമ്മ സാർ പറഞ്ഞിട്ടാണ് മാഡം. വരൂ, വണ്ടി റെഡിയാണ് മാഡം. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഞാൻ എന്നും പോകുന്ന പോലെ പൊയ്ക്കോളാന്ന്. ഏതിനും ചേട്ടൻ ഇക്കാര്യത്തിൽ വിഷമിക്കണ്ട. ഞാൻ രവിവർമ്മൻ സാറിനോട് പറഞ്ഞോളാം കാര്യം. ചേട്ടൻ റെസ്റ്റ് എടുത്തോ. ഈ സമയത്തെ നല്ല ട്രാഫിക്കാ, അതിനിടയിൽ കുരുങ്ങി കിടക്കണ്ട അവിടെ. ആ. ശരി. Sir, may I come in? Yeah, come in. Miss Sandra? Sir, ഇപ്പോ 5 to 5:20 ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? 20 minutes ബ്രേക്കോ? സാധാരണ ഇത്രയും സമയം കിട്ടിയ ഡെയിലി റിപ്പോർട്ട്സ് നോക്കാൻ കൊണ്ടുവരാറുണ്ടല്ലോ. വേണ്ട സർ, ഇനി മുതൽ ഈ ടൈമിൽ അതുണ്ടാവില്ല. സർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. എന്താ സാൻഡ്ര പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം? ഒന്നും സംഭവിച്ചിട്ടല്ല സർ. 5 മണിക്ക് ശ്രീലക്ഷ്മിയുടെ ഓഫീസ് ഡ്യൂട്ടി കഴിയും. അപ്പൊ ഞാൻ കരുതി. ഓ അങ്ങനെ. ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എന്താ സർ ഒരു അഭിനന്ദന പ്രവാഹം? അല്ല, ശ്രീലക്ഷ്മിക്ക് 5 മണിക്ക് ഡ്യൂട്ടി തീരുന്നതും എന്നെ 5 മണിക്ക് 20 മിനിറ്റ്സ് ഫ്രീ ആക്കുന്നതും കൊണ്ട് തനിക്കെന്താ നേട്ടം? സോറി സർ, എനിക്ക് നേട്ടമൊന്നുമില്ല. നേട്ടം ഉണ്ടാകേണ്ടത് സാറിനാണ്. സാറിന്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഷെഡ്യൂൾ ടൈം ചേഞ്ച് ചെയ്ത് തരണമല്ലോ എന്ന് കരുതി. എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം സന്തോഷം കിട്ടലാണ്. എന്താ സാർ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു തെറ്റുമില്ല. യു സെഡ് ഇറ്റ്. എന്തായാലും തന്റെ ബുദ്ധി അപാരം തന്നെ. ഇതാണ് എനിക്ക് തന്നോടുള്ള ആരാധന. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. സത്യത്തിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു ഐഡിയ തന്നെ പറഞ്ഞത്. എന്റെ ആവശ്യങ്ങൾ എപ്പോഴും താൻ നന്നായിട്ട് മനസ്സിലാക്കുന്നു എന്നർത്ഥം. യെസ് സർ, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. കഴിഞ്ഞ 10 വർഷമായി സാറിന്റെ ഷെഡ്യൂളും പേഴ്സണൽ ഫോൺ കോൾസും ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. സാറിന്റെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി നാച്ചുറൽ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അലസാൻഡ്ര, ഈ 20 മിനിറ്റ്സ് എന്നുള്ളത് ഒന്ന് റൗണ്ടാക്കി ഒരു ഹാഫ് ആൻ അവർ ആക്കാൻ പറ്റുമോ? എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായനെ. ഈ 20 മിനിറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. കണ്ണും നോക്കാൻ പോലും സമയം കിട്ടൂല. തനിക്ക് ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമോ? ഉടനെ ആരെങ്കിലും കണ്ടുപിടിക്കണം. ഈ പ്രണയം സുഖമുള്ള ചൂട് പിടിക്കുന്നൊരു അനുഭവം. അതുപോലെ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. സർ, ശ്രീലക്ഷ്മി പോകാറായി. യു ആർ വേസ്റ്റിംഗ് യുവർ പ്രഷ്യസ് ടൈം. യു ആർ മിസ്റ്റേക്കൻ സാൻഡ്ര. പോകാറായി എന്നല്ല, പോയി കഴിഞ്ഞു. എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അവൾ. നോക്കേ. ഓ, ഐ എം വെരി വെരി സോറി സർ. ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ വിവരം. അറിഞ്ഞിരുന്നെങ്കിൽ സാറിനെ കുറച്ചുകൂടി നേരത്തെ ഞാൻ ഫ്രീ ആക്കുമായിരുന്നു. സാൻഡ്ര, മതി നമുക്ക് ഈ നാടകം. യു നോ സംതിങ്, ഈ മനുഷ്യന്റെ സൗന്ദര്യം കുറയുന്നത് എപ്പോഴാണെന്ന് അറിയോ തനിക്ക്? അവന്റെ മനസ്സിൽ ദുഷ്ചിന്തകൾ കയറിക്കൂടുമ്പോൾ. പിന്നെ നമ്മൾ എത്ര സ്മാർട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സാൻഡ്ര, താൻ തന്റെ സൗന്ദര്യം ഇല്ലാതാക്കരുത്. ഇത്തരം പ്രഹസനങ്ങൾ എന്നോട് എടുക്കരുത് എന്നർത്ഥം. ബൈ സാൻഡ്ര.
താൻ ശ്രീലക്ഷ്മിയെ കൊണ്ടാക്കിയിട്ട് ഇത്ര വേഗം വന്നു? കാർ പറത്തിക്കൊണ്ടാണോ പോയത്? അല്ല സർ, അതിന് ഞാൻ മാഡത്തെ കൊണ്ടാക്കാൻ പോയില്ല സർ. വാട്ട്? പോയില്ലേ? അതെന്താ കാര്യം? എന്താ പോവാത്തത്? കാറ് വേണ്ട, മാഡം തനിയെ പൊക്കോളാന്ന് പറഞ്ഞു. തനിയെ പോവാനോ? എന്തിനാ തനിയെ വിട്ടത്? തനിക്കിവിടെ എന്താണോ പണി? എന്താ ഞാൻ തന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നത്? സർ, അത് മാഡം. മാഡമല്ല, ഞാൻ. തനിക്ക് ഞാൻ പറയുന്ന ജോലി ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ താൻ ഇനി ഈ ഓഫീസിൽ നിന്നിട്ട് കാര്യമില്ല. പോയല്ല മുമ്പ് ഇത് പോവാൻ. അവള് വീട്ടിലെത്തിയില്ലെന്നറിയില്ലല്ലോ. എന്താ സാർ, കിട്ടുന്നില്ല മാഡത്തിന്? ഞാൻ കേട്ടു കാര്യങ്ങൾ. തൽക്കാലം സാർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ നോക്കിക്കൊള്ളാം മാഡത്തിന്റെ കാര്യങ്ങൾ. അവൾ ഒറ്റയ്ക്കാണ് പോയത്. മാഡം സേഫായി എത്തിക്കൊള്ളും സാർ. എന്നും പോകുന്നതല്ലേ, ഇന്ന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? സാർ, സാർ മീറ്റിംഗ് റെഡിയാണ് സാർ. സാർ, ഞാൻ അതുവഴിയാ പോകുന്നത്. ഇനിയിപ്പം മാഡത്തിന്റെ വീട്ടിൽ കയറി അന്വേഷിച്ചിട്ട് പോ. ഡോണ്ട് വറി. അവളുടെ വീട്ടിലെത്തിയിട്ട് ഫോൺ ചെയ്യണമെന്ന്. ചെയ്തോളാം. യു ക്യാരി ഓൺ പ്ലീസ്, പ്ലീസ്. പ്രണയം തലയ്ക്കൊടിച്ച മനുഷ്യൻ കൊരങ്ങനാവെന്ന് പറയുന്നത് സത്യമാണ്. എനിക്കേതായാലും കൊരങ്ങനാവണ്ടേ. ഹലോ, ഗുഡ് ഈവനിങ് ടീച്ചർ. കോളേജ് ഗ്രൂപ്പിൽ ഇപ്പൊ ആരും ആക്റ്റീവ് അല്ല. ആ അതെ, റിസൾട്ടിനെ പറ്റി വല്ല വിവരവും? അതെ ടീച്ചർ, റിസൾട്ട് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായേനെ. അതെ ടീച്ചർ, വീട്ടിലാണെങ്കിൽ ഇടയ്ക്ക് റിസൾട്ടിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മള് പറയുന്ന ടെക്നിക്കൽ റീസൺസ് ഒന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല. ആ ശരി ടീച്ചർ, എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ ഒന്ന് അറിയിക്കണേ. ആ ഓക്കെ, ഗ്രൂപ്പിലിട്ടാലും മതി. ശരി, ഓക്കെ ടീച്ചർ, ഞാൻ വിളിക്കാം. താങ്ക് യു ടീച്ചർ. താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ. ഹലോ സർ, സോറി, കോളേജ് പഠിപ്പിച്ച ടീച്ചറുടെ കോളായിരുന്നു. കട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഏകദേശം വീട്ടിലെത്തി സർ. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോകണമെന്ന്. വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ ഒരു മെസ്സേജ് ചെയ്യണമെന്ന്. അല്ല സർ, സർ മീറ്റിംഗിലായിരുന്നതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു സർ. പിന്നെ ഇതാ ഇപ്പൊ വീട്ടിലെത്തുന്നതേ ഉള്ളൂ. അതാ എത്തിയെന്ന് വിളിച്ചു പറയാത്തത്. ശരി, പക്ഷെ തന്നെ കൊണ്ട് വിടാനല്ലേ ഞാൻ ഒരു ഡ്രൈവറെ. ശരി സർ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ സർ. അത് ഓക്കെ അല്ല. എന്താ തനിക്ക് ഇത്ര വെപ്രാളം? ശ്രീലക്ഷ്മി, ഹലോ. എന്താടി, വഴിയിൽ ആരെയും കത്തിവയ്ക്കാൻ കിട്ടാത്തതുകൊണ്ടാണോ ഫോണിൽ സംസാരിച്ചോണ്ട് വരുന്നത്? ഓഫീസിൽ നിന്ന് അച്ഛാ. വാ. ഈ ഫോൺ കൂടെ കട്ടായപ്പോ മൂഡ് പോയല്ലോ. ഈ പ്രേമം അന്ധമാണെന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ് ശ്രീലക്ഷ്മി. താൻ നാളെ വരുമെന്നറിഞ്ഞിട്ടും മനസ്സിനൊരു വല്ലായ്മയും ഒരു പിടച്ചിലോ. നാളെ വരെ കാത്തിരിക്കാൻ കഴിയുന്നില്ല. താൻ ഇപ്പൊ തന്നെ മടങ്ങി വന്നെങ്കിലെന്ന് മനസ്സാഗ്രഹിക്കുക.
തനിക്ക് എത്ര കണ്ട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ മനസ്സിലാക്കി തരാനും കഴിയുമെന്ന് തോന്നുന്നില്ല. അതാണ് സംതിങ് ലൈക്ക് പറയാനും പറ്റുന്നില്ലല്ലോ. എന്റെ മനസ്സിലെ ഏറ്റവും സുന്ദരമായ സ്വപ്നം അത് നീ തന്നെയാണ് ശ്രീലക്ഷ്മി. നീ മാത്രമാണ്. സാറിന് എന്നെ വിട്ടാൽ വർമ്മൻ ഗ്രൂപ്പ് എന്ന വലിയൊരു ലോകമുണ്ട്. പക്ഷേ ഈ ശ്രീലക്ഷ്മിയുടെ ലോകം രവിചന്ദ്രവർമ്മൻ മാത്രം. എന്നും എപ്പോഴും ഞാനുണ്ടാവും കൂടെ. Hello? Yeah, I'm coming. ചായ. സാർ എന്തിനായിരിക്കും വിളിച്ചത്? മുഴുവനും സംസാരിക്കും മുമ്പ് കട്ട് ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോ ഒന്ന് സംസാരിക്കണമെങ്കിൽ ഇവിടുന്ന് പുറത്തു ചാടണം. മോളെ, നീ വാങ്ങിച്ചോണ്ടുവന്ന ഗ്രൈൻഡറെ എന്തായാലും വളരെ ഉപയോഗമുള്ളതാ. മിക്സിയിൽ അരി അരയ്ക്കാനേ ഒരുപാട് സമയമെടുക്കും. ഇതാവുമ്പോ ജോലി എളുപ്പാ. മതിയടി മതി. മോളെ, ഇവളീ ഗ്രൈൻഡർ വിഷയത്തെ പറ്റി ഇതും കൂട്ടി 7ാമത്തെ പ്രാവശ്യമാണ് പറയണം. കാരണം എന്താണെന്നറിയോ? കുറെ നാളായി ഗ്രൈൻഡർ വേണമെന്ന് പറഞ്ഞിട്ടും ഞാൻ വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് എന്നെ കുത്തുന്നതാ. അതിന് നാണോ മാനോ ഉള്ളവരെ കുത്തി പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. നിങ്ങൾക്കത് രണ്ടും ഇല്ലല്ലോ. ഒന്ന് പിന്നാതിരേടി. എനിക്ക് മോളോട് അല്പം സംസാരിക്കാനുണ്ട്. മോളെ, അത് പിന്നെ ഹലോ, ഇവിടെ ആരുമില്ലേ?